ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ആനിവേഴ്സറി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ അധികം എക്സ്പെക്റ്റ് ചെയ്യൊന്നും വേണ്ട, നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല. ജസ്റ്റ് പുതിയൊരു ഡ്രസ്സ് എടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കുകയും അങ്ങനെ ചെറിയ രീതിക്കുള്ള സെലിബ്രേഷനൊക്കെയാണ്. കേക്ക് കട്ടിംഗ് ഒന്നുമില്ല. കേക്ക് നമുക്ക് അധികം രണ്ടുപേർക്കും മധുരം വല്ലാതെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മൾ കേക്ക് കട്ടിംഗ് ഒന്നും ചെയ്യാറില്ല. എപ്പോഴെങ്കിലുമൊക്കെ കേക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ മാത്രമേ വാങ്ങിക്കാറുള്ളൂ. അങ്ങനെ ഞാനൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ ഈ ഒരു സമയമാകുമ്പോൾ ഇറങ്ങാറുണ്ട്. ഇപ്പോൾ എൻ്റെ ടൈം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഞാനൊരു കുറച്ചുകൂടി ഇരുട്ടിയിട്ടാണ് സാധാരണ ഇറങ്ങാറ്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം കോൾഡ് ആയതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇറങ്ങുന്നു. അപ്പോൾ കുറച്ച് ചൂടും ഉണ്ടാകും, നമുക്ക് ഇച്ചിരി വെയിലൊക്കെ കൊള്ളാം. ഞാനങ്ങനെ ഈവനിങ് വാക്കിനൊക്കെ ഇറങ്ങുകയാണ്. നമ്മൾ നിൽക്കുന്ന ഏരിയ ഇവിടെ അത്യാവശ്യം വില്ലാസാണ് കേട്ടോ. നമ്മളൊരു വില്ലയുടെ മുകൾ പാർട്ടാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അവിടെ കംപ്ലീറ്റ് ആയിട്ട് അതൊരു വീടാണ്, അടിയിൽ വേറൊരു വീട്, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് ഒരു പോർഷനിൽ നമ്മൾ താമസിക്കുന്നു, ബാക്കി പോർഷൻ അങ്ങനെ റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് സമയമൊക്കെ നടന്നു. ഇതാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ അത്യാവശ്യം ഇപ്പോൾ അധികം ഈ സമയത്തൊന്നും അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. അങ്ങനെ വാക്കെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് റെഡിയായി പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുകയാണ്. വേറെ ഇങ്ങോട്ടല്ലേ പോകുന്നത്, നമ്മളൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് ഒരു ഡ്രസ്സ് എടുക്കണം. ഡ്രസ്സ് മീൻസ് ഞാനെപ്പോഴും ചെറിയ ടോപ്സ് അല്ലെങ്കിൽ ഷർട്ട്സൊക്കെയാണ് എടുക്കാറ്. ഇന്ന് എനിക്കൊരു ഗൗൺ എടുക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാനൊരു ഗൗണ് തപ്പി ഇറങ്ങിയതാണ്. ഞാൻ ഓൺലൈനിലൊക്കെ കുറച്ച് സെർച്ച് ചെയ്തു, പക്ഷേ എനിക്ക് എന്ന് തന്നെ കിട്ടണം എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഓൺലൈൻ സെർച്ചിങ് അവിടെ നിർത്തിയിട്ട് ഷോപ്പിൽ പോയി എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സ്കൈ ഒക്കെ നല്ല തെളിഞ്ഞ സ്കൈ ആണ്. അതായത് ഇന്നലെ രാത്രി അത്യാവശ്യം ഇടിയും മഴയൊക്കെ ഒന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രക്ക് തെളിഞ്ഞ ആകാശം കാണുന്നത്. എനിക്ക് ഈ സംഭവം കാണുന്നത് ഒരു തെറാപ്പി പോലെയാണ് കേട്ടോ. ഭയങ്കര ക്ലൗഡി ആയിട്ട് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കാറിൻ്റെ ഗ്ലാസ് മൈൻഡ് ചെയ്യരുത്, ഇന്നലെ മഴ പെയ്തുകൊണ്ട് അതിലേക്ക് പൊടിയെല്ലാം ആയിട്ടാകെ വൃത്തികേടായി കിടക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഷോപ്പിലോട്ടാണ് വന്നത്. ടോപ്പ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇവിടെ ഗാർമെൻറ്റ്സും ഫുട്വെയർസും പിന്നെ കുട്ടികളുടെ ആ ഒരു സൈഡിൽ കുറച്ച് ടോയ്സും മാത്രമേ ഉള്ളൂ. ഇവിടെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഞാനിവിടുന്ന് ഗൗൺ ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ ടോപ്സ്, നമുക്ക് ജീൻസിലൊക്കെ ഇടാൻ വേണ്ടി പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ടോപ്സ്, അതുപോലെ ഷർട്ട്സൊക്കെ എടുക്കാറുണ്ട്. അത് മാത്രമേ ഇവിടുന്ന് എടുത്തിട്ടുള്ളൂ, വേറൊന്നും ഇവിടുന്ന് അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ ഞാൻ ഒരു ഗൗണ് തപ്പി ഇറങ്ങിയതാണ്. ഇവിടെ അത്യാവശ്യം കളക്ഷൻ ഞാൻ കാണാറുണ്ട്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ വിൻ്റർ ഡ്രസ്സസ്സാണ് കൂടുതലും, വിൻ്റർ വെയേഴ്സാണ്. കോട്ട്സ് ആയിട്ടും ജാക്കറ്റ്സ് ആയിട്ടും അതുപോലെ തന്നെ സ്വെറ്ററായിട്ടും അങ്ങനെയുള്ള ടൈപ്സാണ്. നോർമൽ സമ്മർ വെയേഴ്സ് ഇവിടെ ഇപ്പോൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ പാർട്ടി വെയറും ഇപ്പോൾ ഭയങ്കര കുറവാണ്. പക്ഷേ എന്നാലും കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ആ ഗ്രീനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ അത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കത് മൾട്ടിപർപ്പസിന് പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. നമുക്ക് കംഫർട്ടാണോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ സൈസ്, കാര്യങ്ങൾ, പ്രൈസ് ഭയങ്കര കൂടുതൽ പ്രൈസ് എടുത്താലും ചീപ്പ് പ്രൈസ് എടുത്താലും ആ പ്രൈസിനത് വെർത്താണോ നോക്കണം. ഇത് ഞാൻ മറ്റൊരാൾ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളൊരു അറിവ് വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് കേട്ടോ. അല്ലാതെ ഞാനായിട്ട് ഉണ്ടാക്കിയ വാക്കുകളൊന്നുമല്ല. പക്ഷേ ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിൽ ഞാനെപ്പോഴും കുറച്ച് കൺസേൺ ആയിരിക്കും. ഞാനെപ്പോഴും മൾട്ടിപർപ്പസിന് പറ്റുമോ എന്നുള്ള കാര്യം എപ്പോഴും ഞാൻ ഒന്ന് നോക്കുന്ന ഒരാളാണ്. കാരണം ഒരു ഡ്രസ്സ് എടുത്താൽ അത് വീണ്ടും പല ഡ്രസ്സിലോട്ടും നമുക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ. അങ്ങനെ അവിടെ നിന്നെല്ലാം പോയി നമ്മൾ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അൽബേക്കിൽ പോയിട്ട് കുറച്ച് നഗറ്റ്സ് എല്ലാം വാങ്ങി ഞങ്ങളത് വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ കഴിച്ചു. കാരണം നമുക്ക് പിന്നെയും കുറച്ചുകൂടി പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ ഞങ്ങൾ നഗറ്റ്സും കഴിച്ചു. ഇവിടുത്തെ നഗറ്റ്സ് എനിക്ക് ഇഷ്ടമാണ്. നഗറ്റ്സും റോസ്റ്റും എല്ലാം അത്യാവശ്യം ടേസ്റ്റിയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മറ്റൊരു ഷോപ്പിലോട്ട് പോയി. ഞാൻ ടോപ്പ് സെൻറ്റർ ഒന്നും എടുത്തില്ല കേട്ടോ. അവിടുത്തെ അത്യാവശ്യം റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല. എനിക്കിഷ്ടപ്പെട്ടൊന്നും കണ്ടതുമില്ല. ഇത് 23 എന്ന് പറയുന്നൊരു ഷോപ്പാണ്. ഇവിടെ വന്നു. ഇവിടുത്തെ ഡിസ്പ്ലേ കണ്ടിട്ട് ഞാൻ കയറിയതാണ്. എനിക്ക് ഇഷ്ടമായി. ഞാൻ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ഒരു ഐറ്റം ഞാൻ എടുത്തിട്ടുണ്ട്. ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാം. പക്ഷേ ഞാൻ ഈ സമയത്ത് ഞാനിത് എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പിന്നീടാണ് എടുത്തത്. പിറ്റേ ദിവസം വന്നിട്ടാണ് ഞാനിത് എടുത്തത്. വീണ്ടും മറ്റൊരു ഷോപ്പിലൂടെ പോയി നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഞാൻ അൽഫാമിന് മസാല ഉണ്ടാക്കുകയാണ്. നമ്മൾ ഇന്ന് നൈറ്റ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണ്. അപ്പോൾ അൽഫാമിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുമ്പ് കൂട്ടിവെച്ച മസാലയാണ് ഞാൻ വീഡിയോ ഈ സമയത്താണ് ഇട്ടത്. നാട്ടിലത്തെ പോലെയല്ല. നമ്മൾ ഇവിടുന്ന് അൽഫാം കഴിക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് അധികം സ്പൈസസ് ഒന്നും ഇഷ്ടമല്ല. അവർക്ക് എല്ലാവരും മൈൽഡായിട്ടുള്ള സ്പൈസസാണ് ഇവർ യൂസ് ചെയ്യാറുള്ളത്. എല്ലാ കാര്യത്തിലും അൽഫാമിലാണെങ്കിലും ഇനി ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ സ്പൈസസ് ഫുഡെന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ സ്പൈസസ് ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് തരുള്ളത്. നോർമൽ നമ്മുടെ മലയാളി ഹോട്ടലിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്.
ഇവിടുത്തെ ഹോട്ടൽസ്, ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ മന്തി ആണെങ്കിലും അൽഫാം ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ബട്ട് ഇറ്റ്സ് ടേസ്റ്റ് ഗുഡാണ്, ഓക്കെയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് നാട്ടിലെ അൽഫാം നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് പോയി ഗ്രില്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത് ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു പ്ലേസ് ആയിട്ടുള്ള വാദിയിലോട്ടാണ് കേട്ടോ. വാദി നമ്മർ വാട്ടർഫോൾ ഉണ്ട്, അതിൻ്റെ ഡാം അടിയിലാണ്, അതിൻ്റെ മുകൾ പോർഷനിലോട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ ഗ്രില്ലിങ്ങിനായിട്ട് സ്പെഷ്യൽ ഏരിയാസാണ്. ആ സ്പെഷ്യൽ ഏരിയാസിൽ നമുക്ക് അലൗഡാണ്, അല്ലാത്ത ഏരിയാസിൽ നമുക്ക് ഗ്രില്ലിങ് അലൗഡല്ല. ഇവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അത്യാവശ്യം കോൾഡ് ആയതുകൊണ്ട് തന്നെ, തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കനൽ, അവിടെ ആരെങ്കിലും ഗ്രിൽ ചെയ്തിട്ട് ആ കനൽ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരിപാടി തീർത്തിട്ട് വീട്ടിലോട്ട് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പണിപ്പെടും. ഇങ്ങനെ ഓരോ സ്പോട്ടാണ് കേട്ടോ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അതിനായിട്ട് ഓരോ കുഴികളും കാര്യങ്ങളൊക്കെ അവർ പ്രത്യേകം സ്പെസിഫിക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ വളരെയധികം യൂസ്ഫുള്ളാണ് ഇങ്ങനെ വരുന്ന കാര്യങ്ങൾക്ക്. അങ്ങനെ ഞാനവിടെ കുത്തിരുന്ന് ഇതെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ അതിൻ്റെ മുകളിൽ വെച്ചു. പെട്ടെന്ന് തന്നെ ചിക്കൻ വെന്ത് കിട്ടും. ഇവിടുത്തെ ചിക്കന് അത്യാവശ്യം പെട്ടെന്ന് കുക്കാവുന്നൊരു ടൈപ്പ് ചിക്കനാണ്. ചിക്കനെല്ലാം വെന്തു. നമ്മളങ്ങനെ കുറച്ച് സമയം കാറ്റൊക്കെ കൊണ്ട് ചിക്കൻ ഇങ്ങനെ വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ചിക്കനെല്ലാം കുക്കായിട്ടുണ്ട്. നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടി, കൈയൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ പോയതാണ്. ഇവിടെ വാഷ്റൂംസ് എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമ്മൾ പൊറോട്ടയാണ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പൊറോട്ട നമ്മൾ ചായ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിക്കുകയാണ്. ഈ ഒരു തണുപ്പത്ത് ഇങ്ങനെ നല്ല ചൂടോടെ സംഭവം കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ചെറിയ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കേക്ക് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. പക്ഷേ കേക്ക് ഇവിടെ എത്തിയപ്പോൾ ആകെ കുളമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കേക്കെല്ലാം കട്ട് ചെയ്ത് നമ്മുടെ ആനിവേഴ്സറി ഒക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു. ഇത് ഞാൻ തന്നെ എൻ്റെ പരീക്ഷണം ചെയ്ത കേക്കാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അത് നമുക്ക് വേസ്റ്റ് ആയിട്ടാണ്. നമ്മൾ ഒരുപാട് ദിവസം ആ കേക്ക് ഫ്രിഡ്ജിൽ കിടക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് കേക്ക് വാങ്ങാത്തത്. ഇഷ്ടമില്ല, കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ചെറിയൊരു മധുരം കഴിക്കുക എന്നുള്ള രീതിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇവിടുത്തെ കുറച്ച് സമയത്തെ കാറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ടിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇവിടെ കുറച്ച് സമയം ഒന്ന് നടക്കുകയൊക്കെ ചെയ്തിട്ട്, ഇവിടെ നടക്കാനും അത്യാവശ്യമുള്ള സ്പേസ് ഉണ്ട്. ഇതിൻ്റെ അടിയിലൊരു ഭാഗമാണിത് കാണുന്നത്. അവിടെ അതിലേറെ ബ്യൂട്ടിഫുള്ളാണ്. നമ്മളവിടെ കുറച്ചുകൂടി തണുപ്പ് കൂടുതലാകും, കാരണം വെള്ളത്തിൻ്റെ അടുത്താണ് നമ്മൾ ഇരിക്കുക. അപ്പോൾ തണുപ്പ് കൂടുതലാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മുകളിലോട്ട് വന്നത്. മുകളിലോട്ട് നമ്മൾ അധികം ഗ്രില്ല് ചെയ്യാനാണ് വരുന്നത്. അടിയിലോട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ, നമ്മൾ ഫുഡ് വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് അവിടെ പോയിരുന്ന് കഴിക്കാറുണ്ട്. അത്യാവശ്യം നല്ല കാറ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.